ജമ്മു കാശ്മീരിലെ റംബാനിൽ വാഹനാപകടത്തിൽ 10 പേർ മരിച്ചു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലായിരുന്നു അപകടം. 300 മീറ്റർ താഴ്ചയുള്ള മലയിടുക്കിലേക്ക് വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. പോലീസ്, SDRF, ജമ്മു കശ്മീർ റോഡ് സുരക്ഷാ സംഘം എന്നിവർ അപകടസ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗ് സ്ഥിതിഗതികൾ വിലയിരുത്തി. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, എങ്ങനെയാണ് അപകടം? നികേഷ്, ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുലർച്ചെ 1:15 ഈ അപകടം ഉണ്ടായത്. ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ വാഹനത്തിന് നിയന്ത്രണം വിട്ട് 300 അടി താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. 10 പേർക്കാണ് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒരുമിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവും അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളും, കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും 10 പേരുടെയും മൃതദേഹങ്ങൾ ഈ ഘട്ടത്തിൽ കണ്ടെത്തി എന്താണ് ജമ്മു കാശ്മീർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ മരിച്ചവരെ എന്ന് പറയുന്നത് പ്രധാനമായും ബീഹാർ സ്വദേശി ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. വാഹനം ഓടിച്ചിരുന്നത് ബൽബാൻ സിംഗ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ ജമ്മു സ്വദേശിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബാക്കി ആളുകളെ തിരിച്ചറിയാനുള്ള നടപടികൾ തുടരുകയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ അടിക്കടി ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. പ്രത്യേകിച്ച് മഞ്ഞുവീഴ്ചയും അതോടൊപ്പം തന്നെ മോശം കാലാവസ്ഥയും ഒക്കെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. നേരത്തെ പാലക്കാട് സ്വദേശികൾ ഉൾപ്പെടെ സമാനമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു ജമ്മു കാശ്മീരിൽ വെച്ച്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 10 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. നികേഷ്.